അമേരിക്കയെ രൂക്ഷമായി വിമർശിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. തന്റെ സർക്കാരിന്റെ പതനത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് ഹസീന വിമർശിച്ചു. സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ നിയന്ത്രണം യുഎസിനെ വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് രാജ്യം വിട്ടു പോകേണ്ടി വന്നത്. അക്രമ സംഭവങ്ങളിൽ കൂടുതൽ പേർ മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് രാജിവെച്ചതെന്നും ഷെയ്ഖ് ഹസീന വിശദീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ചേരുന്നുണ്ട്. മെറിൻ, എങ്ങനെയാണ് ഷെയ്ഖ് ഹസീന അമേരിക്കയെ വിമർശിക്കുന്നതൊപ്പം രാജിവെച്ച് രാജ്യം വിടാനുള്ള തീരുമാനത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? കീർത്തന, ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പരാമർശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് കലാപം ഉണ്ടായതിന് പിന്നാലെ രാജ്യം വിടുന്നതിന് മുമ്പ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാനായി തയ്യാറാക്കിയ ഒരു പ്രസംഗത്തിലെ പരാമർശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ബംഗ്ലാദേശിലെ കലാപങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്നാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന വിമർശിച്ചിരിക്കുന്നത്. കാരണം സെന്റ് മാർട്ടിൻ ദ്വീപുകളുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. താൻ ഇതിന് തയ്യാറാകാത്തത് മൂലമാണ് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞ് പുറത്തു പോകേണ്ടി വന്നത്, രാജ്യത്ത് നിന്നും പലായനം ചെയ്യേണ്ടി വന്നതെന്നും ഇപ്പോൾ ഷെയ്ഖ് ഹസീന വിമർശിച്ചിരിക്കുന്നു. അത്തരത്തിൽ ഒരു നീക്കത്തിന് തയ്യാറായിരുന്നെങ്കിൽ ഒരിക്കലും തന്റെ രാജ്യം വിട്ടു പോരേണ്ടി വരുമായിരുന്നില്ല, പലായനം ചെയ്യേണ്ടി വരുമായിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന വിമർശിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, രാജ്യത്തെ കലാപങ്ങളെ തുടർന്ന് നിരവധി പേരാണ് മരിക്കുന്നത്. ഇത് കൂടുതൽ മരണങ്ങൾ തനിക്ക് കാണാൻ സാധിക്കില്ല. അത്തരത്തിൽ ഈ മരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യം വിട്ട് പലായനം ചെയ്തതെന്ന് തന്നെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് തയ്യാറാക്കിയ പ്രസംഗത്തിലെ പരാമർശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനിടെ ഡോക്ടർ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ഇടക്കാല സർക്കാരിനെ ഇപ്പോൾ അമേരിക്ക സ്വാഗതം ചെയ്തുവെന്ന വാർത്തയും വരുന്നുണ്ട്. എന്തായാലും ബംഗ്ലാദേശ് കലാപങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന വിമർശനം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഷെയ്ഖ് ഹസീനയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വിമർശനങ്ങൾ രാജ്യാന്തര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ കൈവരിക്കുമെന്നതിൽ തർക്കമില്ല. കീർത്തന. ശരി, മെറിൻ മേരി ചാക്കോ ആണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.